അവസാനം അയാൾ എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് എന്നോട് ചോദിക്കണം. അന്ന് മുതൽ ഇതിൻ്റെ തുടക്കമാണ് ഭയങ്കര തമാശ. അതൊരു വല്ലാത്ത പൊളി അനുഭവമാണ്. ചില മനുഷ്യർ അങ്ങനെയാണ്. സ്വന്തം അടങ്ങാത്ത ആഗ്രഹം സാധിക്കാൻ വേണ്ടി എത്ര കാലവും അവർ കാത്തിരിക്കും. ആ നേട്ടത്തിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തും. അത്തരമൊരു വ്യക്തിയും മകളുമാണ് എന്നോടൊപ്പമുള്ളത്. ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതി MBBSന് അഡ്മിഷൻ നേടാൻ ആഗ്രഹിച്ച മുഹമ്മദ് അലി സക്കാഫിയും അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ സനിയുമാണ് എന്നോടൊപ്പമുള്ളത്. ഫാത്തിമ സനിയ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞ വർഷവും ഇത്തവണയും നീറ്റ് എഴുതുന്നു. ഇപ്പോൾ ചെറുപ്പം മുതലുള്ള വല്ലാത്തൊരു ആഗ്രഹമാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊക്കെ അപ്രാപ്യമാണ്. നമ്മുടെ സാമ്പത്തികവും സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എന്നാലും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അന്ന് നമ്മൾ SSLC ഓറിയൻ്റൽ ഹൈസ്കൂളിൽ നിന്ന് കഴിഞ്ഞ് PSMO കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഒരു ഡിഗ്രിയും കഴിഞ്ഞ് അതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ പിന്നെ ജോലി കാര്യങ്ങളൊക്കെയിലേക്ക് പോയി. മർക്കസിൽ തന്നെ പിന്നെ പഠിച്ചു. അവിടെ തന്നെ പിന്നെ കാന്തപുരം AP കൗൺസിലറുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ ഗൾഫിൽ പോയി. അങ്ങനെ തിരിച്ച് ഗൾഫിൽ ഒരു 4-4.5 വർഷം നിന്നതിൻ്റെ ശേഷം അവിടെ ഫ്രീ സോണിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ഈ ഒരു മെഡിക്കൽ രംഗത്തേക്ക് ആദ്യമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നൊക്കെ നമ്മുടെ മാർക്കൊക്കെ കുറവാണല്ലോ. അപ്പോൾ പിന്നീട് ആണ് ഇങ്ങനെ മെഡിക്കൽ രംഗത്തേക്ക് അതിന് പ്രത്യേകമായിട്ടും പിന്നെ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി എന്നോട് നേരത്തെ ഒരു അക്യുപങ്ക്ചർ എന്നൊരു ചികിത്സാ രീതി 1999 തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സിംഗപ്പൂരിൽ നിന്ന് വരുന്ന സമയത്താണ്, സിംഗപ്പൂരിൽ ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ട്, അന്ന് കേരളത്തിൽ അതില്ല, അപ്പം പൊതുവെ അറിയപ്പെട്ടില്ല, ആ സമയത്ത് അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് അത് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഡോക്ടർ മുസ്തഫ കമാൽ പാഷ PSMO കോളേജിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെഡായിരുന്നു. അപ്പം പിന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു ഈ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഈ മെഡിക്കൽ രംഗത്തേക്കുള്ള ഒരു ആഗ്രഹം, അതായത് പണ്ടൊന്നും അതിന് സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ചികിത്സാ രംഗം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് പിന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ കമാൽ പാഷ സാറ് അതിനെ നേരത്തെ അദ്ദേഹം പറഞ്ഞതിനെ ഒന്ന് ശരിവെച്ചുകൊണ്ട് നല്ലൊരു ചികിത്സാ രീതിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ശ്രീലങ്കയിലേക്ക്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ അക്യുപഞ്ചറിന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മോളെ ഇപ്പോൾ ഉപ്പാന്റെ കൂടെ പരീക്ഷ എഴുതിയിരിക്കുകയാണ്. അപ്പോഴുള്ളൊരു സന്തോഷവും മാനസികാവസ്ഥയൊക്കെ എങ്ങനെയാണ്? നല്ലത് തന്നെയാണ്, നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുമിച്ചിരുന്ന് പഠിക്കുക, അങ്ങനെ കോച്ചിങ്ങിന് എന്തെങ്കിലും പോയിരുന്നോ അതോ ഒരുമിച്ചിരുന്ന് പഠിക്കുക? അപ്പോൾ മോള് ഈ കണ്ടിന്യൂസ് പഠിച്ചു വരികയാണ്. അപ്പോൾ ഉപ്പാക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ ഉപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചില സമയത്തൊക്കെ ചർച്ച ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ 47-ാം വയസ്സിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. ഈ MBBSന് ചേരാൻ ഒരു പ്രായപരിധി ഇല്ലേ എന്നുള്ളതാണ്. ആകെ ഇതിലെ ട്വിസ്റ്റ് അത് തന്നെയാണല്ലോ. അതായത് പിന്നെ ഞാൻ 3rd ഗ്രൂപ്പാണല്ലോ എടുത്തത്, ഹിസ്റ്ററി. അന്ന് പിന്നെ ഡബിൾ മെയിൻ എന്നാണ് പറയാം. ഇത് പിന്നെ എക്കണോമിക്സ് ഹിസ്റ്ററിയാണ് എൻ്റെ പ്രീ ഡിഗ്രി കാലം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ വന്നു. ഞാൻ അറിയാതെ തന്നെ ഈ ഒരു ചികിത്സാ മേഖലയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ചികിത്സാ മേഖലയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ പിന്നെ 2 മോട്ടോ ഉണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ ഈ ചികിത്സാ രീതിയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഇവിടെ വ്യാപകമായി അക്യുപങ്ക്ചർ പിന്നെ അങ്ങ് കുത്തഴിഞ്ഞ് കോഴ്സുകളും പരിപാടികളും, രാവിലെ വന്ന ആൾ രോഗിയാണെങ്കിൽ വൈകുന്നേരം ഡോക്ടറായി പോകുന്ന അതിദയനീയമായ കാഴ്ചയാണ് അതിൻ്റെ പേരിൽ. അപ്പം വിദേശത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്, ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ UAE പിന്നെ വിസിറ്റ് വിസയിൽ പോയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും നിലവാരമുള്ള 170 രാഷ്ട്രങ്ങളിലുള്ള ഈ ചികിത്സയെ ഈ കോഴ്സ് നടത്തിപ്പുകാർ ഇത്രയും വഷളാക്കിയപ്പോൾ നമുക്ക് ഒരു അന്തസ്സുള്ളവർക്ക് ചേർന്നതല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചപ്പോൾ ഒരു പ്രതിഷേധം, അതായത് തീരെ അവരുടെ, അതായത് ഒരു 2 മോട്ടോ ഉണ്ട്. ഒന്നാമത്തത് ഒരു പരസ്യം ഞാൻ കാണണം, അക്യുപങ്ക്ചർ കോഴ്സ് 6 മാസത്തെ കോഴ്സ്, എന്നിട്ട് NB ഇതിന് യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ലായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നൊന്തു. കാരണം ഇത്രയും ലോകവ്യാപകമായ ഒരു അന്തസ്സുള്ള ചികിത്സയെ ഇവർ കുഴിച്ചു മൂടാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും നമ്മളെങ്കിലും എന്ത് ചെയ്യാം, ഒരു മെഡിക്കൽ ഫീൽഡിൻ്റെ ഏറ്റവും അടിസ്ഥാന യോഗ്യത +2 സയൻസ് ആണല്ലോ. അപ്പോൾ അന്നേ എടുക്കാത്തൊരു ഖേദം ഇപ്പോൾ അത് തീർക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് വരാനുള്ള കാരണം. രണ്ടാമത്തെ മോട്ടോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ആഗ്രഹങ്ങൾ വന്നു, തീവ്രമായ ആഗ്രഹം. അപ്പോൾ എനിക്ക് +2 സയൻസ് ഇല്ല. അപ്പോൾ അതിന് പലതും നമ്മൾ നോക്കുമ്പോൾ NIOS മാത്രമേ അതിനൊരു
വ്യക്തമായ ഒരു വാലിഡ് ആയിട്ടുള്ള സാധനമുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ വർഷം നടത്തിയത്. അതിന് മോള് നന്നായിട്ട് സഹായിച്ചു. സത്യത്തിൽ ഇപ്പം നീറ്റിനേക്കാളും ഞാൻ കഷ്ടപ്പെട്ടത് എന്താണ്, മറ്റേതാണ്. നീറ്റ് ഇപ്പോൾ നമ്മൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ജയിച്ചിട്ടില്ലെങ്കിലും അതൊരു വിഷയമല്ല. പക്ഷെ അപ്പോൾ ഒരു ഏജ് ലിമിറ്റിൻ്റെ പ്രശ്നം ഞാൻ കുറേ കാലമായി അന്വേഷിക്കുന്നു. NTA പിന്നെ ഇതിൽ സൈറ്റിൽ എപ്പോഴും നോക്കും. എൻ്റെ ആഗ്രഹം തീവ്രമാണ്. നമ്മൾ പറയല്ലോ ചെറിയ ഒരു ആശയാണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ട് നടന്ന് അത് വലിയ ആശയം മാറി. എൻ്റെ ആശ എന്താണ്, പിന്നെ എന്തായാലും +2 സയൻസ് ഒന്ന് കഴിയണം. കഴിയണം. അത് കഴിഞ്ഞപ്പം നീറ്റ് എന്തായാലും എഴുതണം. ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല. അപ്പോൾ ഈ സൈറ്റിൽ നോക്കുമ്പോൾ നോ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ 2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും വളരെ വ്യക്തമായി ഓല് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരോട് ചോദിച്ചിട്ടും അങ്ങനെ ധാരണയില്ല. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ ഞാനൊക്കെ വളരെ പേടിച്ചിട്ടാണ്. കാരണം എനിക്കിത് തള്ളിപ്പോകുമോ എന്നുള്ള ആദ്യമാണ്. അങ്ങനെ അപേക്ഷ കൊടുത്തപ്പോൾ സക്സസ്ഫുള്ളായിട്ട് അപേക്ഷ സ്വീകരിച്ചു. എന്നിട്ട് പോലും എനിക്കതിൽ ഉറപ്പില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇത് അഡ്മിറ്റ് കാർഡ് വന്നു, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തതിൻ്റെ ശേഷമാണ് എൻ്റെ ശ്വാസം ശരിക്കും നേരെ വീണത്. എന്തെങ്കിലും കാരണം കൊണ്ട് അത് തള്ളിപ്പോകുമോ എന്നുള്ള ബേജാറുമുണ്ട്. ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വലിയ സുരക്ഷയാണ്. അപ്പോൾ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക്, ആ പരീക്ഷാ സെന്ററിലേക്ക് കയറുന്നത് മുതൽ അവസാനം വരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ താങ്കളെ കാണുമ്പോൾ ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ പ്രായമല്ല, 47 തോന്നില്ലെങ്കിലും ഈ +2 കഴിഞ്ഞ പ്രായമല്ലല്ലോ തോന്നുക. അപ്പോൾ ഈ സുരക്ഷാ പരിശോധന, പരീക്ഷാ ഹാളിൽ പോയതിന് ശേഷമുള്ള പരിശോധന ആ സമയത്തൊക്കെ എന്തായിരുന്നു? അതൊരു വല്ലാത്ത പൊളി അനുഭവമാണ്. കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു വൈറലായ വീഡിയോ ഉണ്ട്, ഒരു ആൾ എടുത്തിരുന്ന, ഒരു വ്ളോഗർ എടുത്തിരുന്ന, ഒരു 500 ഒരു 5 ലക്ഷം ആൾ പ്ലസ് കണ്ടേ അതിൽ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഒരു എല്ലാം നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പം എൻ്റെ മുഖത്തേക്ക് നോക്കും, പിന്നെ അവരുടെ ഇതിലേക്ക് ഐഡൻറ്റിറ്റി കാർഡിൽ ആധാറിലേക്ക് നോക്കും. കൺഫ്യൂസ്ഡ് ആണ് അവർ. ഒന്നുമില്ലെങ്കിലും അവസാനം അയാൾ എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് എന്നോട് ചോദിക്കണം. അന്ന് മുതൽ ഇതിൻ്റെ തുടക്കമാണ് ഭയങ്കര തമാശ. അപ്പോൾ ഞാൻ പറഞ്ഞു നോ അപ്പർ ഏജ് ലിമിറ്റ്, ഏജ് ബാർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു നല്ല സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചിട്ട് പിന്നെയും അവരടക്കം പറയും, ചിരിക്കാതൊക്കെ കാണാൻ പറ്റും അവർക്കൊരിത്. പിന്നെ ഇത് സുരക്ഷാ പരിശോധന ശരിക്കുള്ള എയർപോർട്ട് മോഡലാണല്ലോ, എമിഗ്രേഷൻ മോഡലെല്ലാം കഴിഞ്ഞ് എത്തി ക്ലാസ്സിലിരുന്നോട് കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം അത് ജയിച്ചു ഞാൻ. എനിക്ക് ഈ പരീക്ഷ തോൽക്കുക ജയിക്കുക എന്നുള്ളതല്ല, തമാശയിലൊന്നുമല്ല എഴുതിയത്, ആരും അങ്ങനെ ചെയ്യൂലല്ലോ, അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ. പക്ഷേ കഷ്ടപ്പെടാൻ അത്രയുള്ള സമയമുള്ളൂ, കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ പിന്നെ കുറേ അധ്യാപകർ വന്നിട്ട് ഒന്ന് പലരും അടക്കം പറഞ്ഞു ഇങ്ങനെ ഒരാളും ഇവിടെ ഉണ്ട് ഇത്ര പ്രായമുള്ള. അങ്ങനെ പിന്നെ അവർ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും സന്തോഷം. ഞാൻ കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. പക്ഷെ നല്ല സഹകരണം, എല്ലാവരും നല്ല സന്തോഷമായി. പ്രായമുള്ള കുട്ടികളാണ് ബാക്കി എല്ലാ പരീക്ഷാർത്ഥികളും ഏതാണ്ടൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു കൗതുകത്തോടെ. തുടക്കത്തിലുണ്ടായി. അതിൽ പിന്നെ ഒരു കുട്ടിയുടെ കൗതുകം മാറുന്നില്ല. അത് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്നവരെ നോക്കിയിട്ടുണ്ട്. പിന്നെ കൈ കിട്ടിയാൽ പിന്നെ ആർക്കും ഒരു ഇതില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ +2 പരീക്ഷ അന്ന് പ്രീ ഡിഗ്രിക്ക് ഇപ്പോഴത്തെ ആർട്സ് സബ്ജക്റ്റ്, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളാണ് പഠിച്ചത്. പിന്നീട് അന്ന് ഇത് മാർക്കില്ലാത്തതുകൊണ്ട് കിട്ടാതെ പോയതാണോ? പിന്നീട് എപ്പോഴാണ് ഈ +2 എഴുതിയെടുക്കുന്നത്, സയൻസ് ഗ്രൂപ്പ് എഴുതിയെടുക്കുന്നത്? അല്ല, അന്ന് എനിക്ക് ഒരു സെക്കൻഡ് ക്ലാസ് മാർക്കാണ് അന്നൊരു 300. അന്നാണ് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഒരു ബോർഡർ വന്നാണല്ലോ. അപ്പോൾ PSMO കോളേജിൽ എനിക്ക് 3rd ഗ്രൂപ്പാണ് കിട്ടുന്നത്. പിന്നെ അന്ന് അത് അങ്ങനെ പോയി, മിങ്കിൾ ചെയ്ത് പോയി. പിന്നെ ഈ ഒരു ജോലിയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സേവനം ഈ വഴിയിലായപ്പോൾ തീവ്രമായി. കാരണം ചില ആളുകളൊക്കെ അന്തമുള്ള ആളുകൾ എന്നോട് പലരും ചോദിച്ചു നിങ്ങൾക്ക് +2 സയൻസ് ഉണ്ടോ? അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ഒരു കുറവ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന മേഖല നോക്കുമ്പോൾ ഇതൊരു കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വളരെ തീവ്രമായ ആഗ്രഹം ഒന്ന് കൂട്ടിയത്. അങ്ങനെയാണിത് എഴുതാനുണ്ടായൊരു കാരണം. ഫാത്തിമ, ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണും, ഇമാജിൻ ചെയ്യുമല്ലോ. ഇപ്പോൾ ഈ പരീക്ഷ എഴുതിയതിന് ശേഷം ഉപ്പയുടെ കൂടെ ഒരേ മെഡിക്കൽ കോളേജിൽ, ഒരേ ക്ലാസ്സിൽ, ഒരേ അനാട്ടമി ലാബിൽ ഒക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ഡോക്ടറായി, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ? ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായാ നന്നായിരിക്കും. നിങ്ങളോ? മോള് ഉഷാറായിട്ട് ജയിക്കട്ടെ. നമ്മളെ വിജയം കഴിഞ്ഞിരിക്കുന്നു ശരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് 13-ാം തീയതി വരെ ഇപ്പം പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കൊട്ടി ഘോഷിക്കുമ്പോൾ കുറേ ആളുകളുണ്ടാവും. റിസൾട്ട് വരുമ്പോൾ ആ നീറ്റായി തോറ്റോ എന്നുള്ളതൊക്കെ അന്വേഷിക്കാനൊക്കെ കൗതുകപൂർവ്വം കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ
പിന്നെ അതൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എന്തായിട്ടുണ്ട്, നമ്മുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തി. വളരെ വിദ്യാഭ്യാസ വഴിയിലുള്ള ആളുകൾ വരെ ഇന്നലെ എന്നെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഇതിന് ഏജ് ബാർ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത് ആ ഒരു ധാരണ തിരുത്താൻ പറ്റി നിങ്ങളുടെ ആ എഴുത്തുകൊണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. എന്തായാലും പഠനത്തിന് പ്രായമില്ല എന്നുകൂടി തെളിയിക്കുകയാണ് ഈ പിതാവും മകളും. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.